ഭവിഷ്യേട്ടാ. അപ്പൊ നമ്മളെ ഇന്നത്തെ ചർച്ച നമ്മള് ഉണ്ണിമുതനെ പറ്റിയാ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും ഇതിന് മുന്നേ ഞാൻ ഉണ്ണിമുതനെ പറ്റി പറയുമ്പോ അദ്ദേഹത്തെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അല്ലേ? സത്യം. ഉണ്ണിമുതന്റെ ഒരു സ്റ്റാർട്ടിങ് മുതലുള്ളൊരു സിനിമകളൊക്കെ കണ്ടപ്പോ ഒരു ഓവർ ആക്ടിങ്, അതുപോലെ എന്താ പറയാ, അങ്ങനത്തെ സീനുകളൊക്കെ ചെയ്യുമ്പോ ഇപ്പോ മല്ലു സിംഗ് പോലത്തെ സിനിമകളിൽ കുറച്ച് മെച്ചപ്പെടും. ആ സ്റ്റാർട്ടിംഗ് ഒക്കെ അബദ്ധ. മല്ലു സിംഗ് തന്നെ പെർഫോം ചെയ്ത് തന്നെ അടിപൊളിയൊന്നല്ല, പക്ഷെ എന്താ നമുക്കൊരു ഫാൻ ബേസ് വരില്ല, അത് നമുക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ പക്ഷേ എടാ മോനെ ഞെട്ടിച്ചാൽ നീ മാർക്കോ അപാരം എന്ന് പറഞ്ഞാൽ അപാരം തന്നെ. സൂപ്പർ സ്റ്റാർ ആവുമല്ലോ. കാര്യം എന്താ, വേറൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാല് നമ്മളിപ്പോ മാളികപ്പുറം വന്ന് അത് അടിപൊളി സാധനമാണ്. അടിപൊളി പറഞ്ഞാൽ അവര് നല്ല ഉഷാറായിട്ട് ചെയ്തിരിക്കും. അത് നമുക്ക് ഇഷ്ടം കൂടി. അതൊരു വിവാദം ഉണ്ടായി കണ്ടിട്ടില്ല, വല്ലാണ്ട് അത് വളരെ മോശം. നടനെ തകർക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു വിവാദം സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് രാഷ്ട്രീയക്കാരെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഇത് വേണ്ടിട്ടാ. പിന്നെ അല്ല, അതുകൊണ്ട് തന്നെ പടത്തിന് ഗുണമായി. കാരണം അങ്ങനെയുള്ളവരും ജനങ്ങൾ പോയിട്ട് കൂടുതൽ ആൾക്കാർ അതെന്താ സംഭവം നല്ല റോഡ് ക്ലബില് കയറിയില്ലേ, അതേപോലെ. പിന്നെ അപ്പൊ ഇത് വേറെ ലെവലാ. മറ്റേ എന്താ പറയാ, രോമാഞ്ചം ഇങ്ങനെ ഏതാണ് ലുക്ക് അതുണ്ടോ? എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഇത്ര സൗന്ദര്യവും ഒരു ശരീരം കൊണ്ട് ലുക്കുള്ള വേറെ നടനില്ല. ഇത് കൊണ്ടുവന്ന്, കാരണം ഫസ്റ്റ് സിനിമയില്ല ഒരു ബോംബെയിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു സിനിമയില്ല, ഫസ്റ്റ് സിനിമ ഉണ്ണി മുണ്ടൊക്കെ എടുത്തിട്ട് അതില് സാധാരണ സ്റ്റാർട്ടിങ് ഉള്ള ഒരു നടനായിട്ട് വന്ന് ആ ഒരു ഉണ്ണി മുന്തന്റെ മാറ്റം എന്ന് പറഞ്ഞാല് ഓൻ ഡെഡിക്കേഷനാ. ഈ ഒറ്റക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ പറഞ്ഞില്ലേ, മൂൺസ്റ്റാർ. സത്യം അത് നമ്മൾ പറയുന്നത് നമുക്കൊരു സന്തോഷമില്ലേ. കാരണം ആ സിനിമ മുതൽ, കാരണം ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, ഫിലിമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇപ്പൊ തന്നെ തെളിയിക്കുന്ന ഇപ്പൊ ദുൽഖർ ആയിക്കോട്ടെ, പൃഥ്വിരാജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര ഫഹദ് എല്ലാരും എന്ന് പറഞ്ഞാല് അവരും കഴിവില്ല എന്നല്ല, പക്ഷെ അവർക്കൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് എങ്ങനെയാലും. പക്ഷെ അതല്ല അതല്ല, ഇവൻ ആ സിനിമ കണ്ടിട്ട് ഈ സിനിമയിലേക്ക് ഉള്ള മാറ്റം, അതിനു വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ. കാരണം ബോഡി ബിൽഡ് ചെയ്ത് ആ ഒരു എന്താ പറയാ, ഒരു അവന്റെ ഉദ്ദേശം, ഉണ്ണിമുതന്റെ ഉദ്ദേശം വെറും മലയാള സിനിമയല്ല, പാൻ ഇന്ത്യൻ സ്റ്റൈൽ. അതിനാണ് അവരെന്ത് ചെയ്ത് അത് മെനക്കെട്ട് ആ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് ആ സ്റ്റൈൽ മാറി. പിന്നെ എന്താ പറയാ, അപാര സാധനം തന്നെ ഇറങ്ങി. ഇതിപ്പോ കൊറിയയിലേക്ക് ഏത് സിനിമ പോയത്? എനിക്ക് ബാഹുബലി സൗത്ത് ഇന്ത്യയിൽ ഇറങ്ങിയത് മാർക്കോ. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ നമ്മള് അഭിനന്ദിച്ചേ തീരൂലേ. അപാരം തന്നെ നമ്മളെ അത് പ്രൊഡ്യൂസർ. പക്ഷെ എനിക്ക് അതില് നമ്മള് ഏറ്റവും നോട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാല് അതിന്റെ ആർട്ടാണ്. ആർട്ട് മേക്കപ്പ് ഓരോ സീൻ എടുത്ത് നോക്കിയാൽ മതി. അതിലെ ആർട്ട് ചെയ്ത ആൾക്കാർ അപാരതല്ലേ. അത് ഡയറക്ടർ കഴിവ് തന്നെയാണ്, പക്ഷെ ആ ഡയറക്ടർ പറയുന്നതനുസരിച്ചിട്ട് ആർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ആർട്ട് അത്ര നല്ല അടിപൊളിയായിട്ട് ആർട്ട് അപാരം എന്ന് പറഞ്ഞാൽ അപാര. അത് പിന്നെ മേക്കിംഗ് അപാരം എന്ന് വെച്ചാൽ നമ്മളാ ഷൂവിന്റെ മുകളിൽ നിന്ന് തീ പടരുന്നതും അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ. പിന്നെ കുഞ്ഞിന്റെ പ്രസവിച്ചിട്ട് ആകുമ്പോ അതെല്ലാം എന്ന് പറഞ്ഞാല് എന്താ പറയാ, ബ്രില്യന്റാ. അത് നമ്മള് അധിക സിനിമകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു സ്റ്റൈലില് സാധനം. പിന്നെ വയലൻസ് ആണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. വയലൻസ് കൊടുത്തതല്ലേ, കാരണം വയലൻസ് ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ പോലെ പ്രായമുള്ളവരും ഈ അസുഖമുള്ളവരൊന്നും പോയിട്ട് കാണരുത്, ഗർഭിണികളൊന്നും പോയി കാണരുത്, കുട്ടികളൊക്കെ ഒന്നും. കാരണം അത്രയും പേടിപ്പെടുന്ന സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അത് അപാരാണ്. ഇനി അങ്ങോട്ട് പിന്നെ നോക്കണ്ട. അതല്ല, ഇതിന്റെ വില്ലനെ കൊല്ലുന്ന പിന്നെ OTT ഉണ്ടാകുക തിയേറ്ററിൽ കാണിച്ചിട്ടില്ല. കാരണം വെച്ചാൽ അത്രയും ഭയങ്കര ബ്രൂട്ടലാണോ കൊല്ലുന്നത് ആ സീനില്. നമുക്കത് നമുക്ക് കാണാൻ പറ്റും, OTT കാണാൻ പറ്റും. അതുകൊണ്ടാ കാരണം വെച്ചാല് എല്ലാം വില്ലനാ വേഗം കൊന്നുപോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നല്ല, ഇത് ഇങ്ങനെയാണെങ്കിൽ ആ സീൻ അവിടെ ഉണ്ട്. അത് ചിലപ്പോ നമുക്കത് കാണാൻ തന്നെ ആഗ്രഹം. അത്രയും ഭയപ്പെട്ടു, എന്ത് മാറണം. ലുക്ക് നോക്ക പിടിച്ച് വരുന്ന സാധനല്ലേ,
പൊള്ളിയാ മോനെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ രാജാവിന്റെ ലുക്ക് ഉണ്ടോ, ഇപ്പൊ ബാഹുലിയുള്ള രാജാവൊക്കെ ചെയ്യാൻ പറ്റണെങ്കിൽ അതെ, അത് അതിനൊക്കെ പറ്റിയ ഒരാളാണ്. കാരണം ബോഡിയിലേക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ ഫേസ് മുടി കിരീടം വെച്ചാൽ ഫേസ് റെഡി. ബാഹുബലി പ്രവാസിന്റെ പോലെ തന്നെ അതേപോലെ സിനിമകള് ചെയ്യാൻ പറ്റുമോ? കാരണം ആ ലുക്ക് ഉണ്ടല്ലോ, ലുക്ക്, ഹൈറ്റ്, വെയിറ്റ്, ആരോഗ്യമുണ്ട്, സ്റ്റൈലുണ്ട്. എന്ത് ഇപ്പൊ നല്ല ആളെ ചൂളനായിക്കില്ലേ, താടിയൊക്കെ വെച്ചിട്ട്. അത് മാർക്കോല ലുക്ക് തന്നെ വേറെ തന്നെ അല്ലേ, അടിപൊളി. ഇനി നമുക്ക് ഉണ്ണിമുന്തൻ ഇനി ചിലപ്പോ പിടിച്ചാൽ കിട്ടില്ല. ഹിന്ദി ചിലപ്പോ ഇംഗ്ലീഷിൽ വരെ പോകാൻ സാധ്യതയുണ്ട്. കൊറിയ, ഇംഗ്ലീഷ് അതിലേക്കെല്ലാം പോയിട്ട് ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. കാരണം മമ്മൂട്ടി, മോഹൻലാല്, ദുൽഖർ, പൃഥ്വി ഇവരൊക്കെ വിചാരിച്ചത് പോലെ തന്നെ അവർക്ക് പാൻ ഇന്ത്യ സ്റ്റാർ ആണ് വിചാരിച്ചാണ് ഒരു സിനിമ ചെയ്യുന്നത്. അതെ, ഇപ്പൊ ദുൽഖർ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ഹിന്ദിയിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ പൃഥ്വിരാജൊക്കെ ഹിന്ദിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉണ്ണിമുന്തൻ തെലുങ്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഹിന്ദിയിലുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇല്ല. അപ്പോ ഇനി അങ്ങോട്ട് ചിലപ്പോ പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ ആള് ക്യൂ നിൽക്കുക. നമ്മുടെ യൂട്യൂബിലെല്ലാം കണ്ടിട്ടില്ലേ, പിന്നെ നമ്മുടെ നോർത്തിലൊക്കെ എമ്മാത് ഫാനായ ഉണ്ണിമുന്തന് വേണ്ടിയുള്ള വലിയ സംഭവം തന്നെ ഉണ്ട്. ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് എല്ലാം ചവിട്ടി താത്താൻ നോക്കിയതാ. പക്ഷെ വന്ന് കാരണം കാര്യം എന്താ വെച്ചാൽ അത് അവരെ കഴിവ്, അവരുടെ ഡെഡിക്കേഷൻ തന്നെയാ. കാര്യം ഈ കാലഘട്ടത്തില് അങ്ങനെ ആയി വരണം എന്നുണ്ടെങ്കിൽ ചില്ലറ പണിയല്ല. അപ്പൊ എന്തായാലും ഉണ്ണിമുന്തന് ഒരു ഓൾ ദ ബെസ്റ്റ്. നമ്മളെ വന്നില്ലേ, നമ്മളെല്ലാവിധ സപ്പോർട്ടും. ഓക്കെ, താങ്ക് യു.